എറണാകുളം തടിയിട്ടപറമ്പിൽ നിന്ന് 90 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ 3 ഇതര നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അതെ, 90 കിലോ. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, 90 കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. സ്ഥിരമായി ഇവർ ഇത്തരം പ്രവർത്തികൾ ചെയ്യാറുണ്ടോ? അവരുടെ അത്തരത്തിലൊരു കേസ് ഹിസ്റ്ററി അവർക്കുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ക്രിസ്റ്റീന, ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന് വിശേഷിപ്പിക്കാമോ എന്ന് അറിയില്ല. കാരണം ഇവർ ഈ കഞ്ചാവ് കച്ചവടം നടത്തുന്ന ആളുകളാണ്. അവർ ഈ കഞ്ചാവ് കച്ചവടം വിൽപ്പന ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ് കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കാറിൽ ഏകദേശം 90 കിലോ കഞ്ചാവാണ് ഇവർ തടിയിട്ടപ്പറമ്പ് ബാവപ്പടി എന്ന പ്രദേശത്ത് എത്തിച്ചത്. വിൽപ്പന നടത്തുന്നതിന് വേണ്ടി 45 പാക്കറ്റുകൾ, 2 കിലോ വീതമുള്ള 45 പാക്കറ്റുകൾ ഈ വാഹനത്തിലുണ്ടായിരുന്നു. പോലീസ് സ്ക്വാഡിനും അതോടൊപ്പം തടിയിട്ടപ്പറമ്പ് പോലീസിനും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തി ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവ് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിലേക്ക് ലഹരിയുടെ വരവ് വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ ഓപ്പറേഷൻ ഡി ഹണ്ട് നടന്നിരുന്ന സമയത്ത് 1.5 മാസം കൊച്ചിയിലേക്ക് കാര്യമായ ലഹരി ഒഴുക്കുണ്ടായിരുന്നില്ല. എന്നാൽ അത് ഏറെക്കുറെ അവസാനിച്ചു എന്ന ഘട്ടം ഈ ലഹരി വിൽപ്പനക്കാർ മനസ്സിലാക്കിയ ശേഷമാണ് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് വ്യാപകമായി ഇപ്പോൾ ലഹരി എത്തുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2 ആഴ്ചക്കിടെ ഏകദേശം 150ഓളം കഞ്ചാവ് മാത്രം എറണാകുളം ജില്ലയിൽ ഉടനീളം പിടിച്ചെടുത്തിട്ടുണ്ട്. MDMA മറ്റു കണക്ക് വേറെയുണ്ട്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധനകളൊക്കെ ശക്തമാക്കുന്നു പറയുമ്പോൾ ഇതിന് വരവ് തടയാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇത്തരത്തിൽ ഈ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതാണ് ലഭ്യമാവുന്ന വിവരം. എന്തായാലും പോലീസും എക്സൈസും ഒക്കെ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.